ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു. ഖത്തറിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിക്കുക എന്ന തലക്കെട്ടോടെയാണ് നിലവിൽ ഇസ്രായേലിനെതിരായ പ്രതിഷേധത്തെ പൊതുവിൽ ആളുകൾ പടച്ചുവിടുന്നത്. എന്നാൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ മറ്റൊരു രാജ്യം നടത്തുന്ന സൈനിക നടപടി, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ആ രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണ് എന്ന അഭിപ്രായക്കാരി തന്നെയാണ് ഞാൻ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തിയുള്ള ആക്രമണമായിരുന്നു എന്നുള്ളതാണ്. ആ രാജ്യം മുഴുവനായുള്ള ആക്രമണമായി വ്യാഖ്യാനിക്കുന്നത് സത്യത്തിൽ വസ്തുതകളെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലെ ഒഴിവാക്കി നിർത്തുന്നതുകൊണ്ടാണ്. ഒരു ഉദാഹരണം പറയാം. ഈ വർഷം ജൂൺ 23 തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഖത്തറിലെ US സൈനിക താവളം ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. വലിയ ഭീതിയോടുകൂടിയാണ് ആ ഘട്ടത്തിൽ മലയാളികളൊക്കെ ഉണ്ടായിരുന്നത്. ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു ഗോപുരം ആക്രമണത്തിൽ തകർന്നതായി അന്ന് AP അഥവാ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഖത്തറിന്റെ മണ്ണിൽ നടന്ന ഈ ആക്രമണത്തെ ഖത്തറിനെതിരായ ഇറാന്റെ ആക്രമണമായി പക്ഷേ ഇന്ന് നിലവിൽ ഈ ആക്രമണത്തെ അപലപിക്കുന്ന ആരും അന്ന് കണ്ടില്ല. അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല. ഇറാൻ ചെയ്തത് നല്ല കാര്യമാണെന്നും അമേരിക്കയുടെ സാമ്രാജ്യത്തിനെതിരായ തിരിച്ചടിയായി മാത്രമാണ് അന്ന് കണ്ടത്. പ്രത്യേകിച്ച് കേരളത്തിലടക്കമുള്ള ഹമാസ് ഫാൻസ് അസോസിയേഷൻ ഉൾപ്പെടെ അതിനെ ആഘോഷിക്കുകയാണ് ചെയ്തത്. നിലവിൽ ഇസ്രായേൽ നടത്തിയത് ഖത്തറിനേക്കുള്ള ആക്രമണമായിരുന്നില്ല, മറിച്ച് ഖത്തറിനുള്ളിലെ ഹമാസിനെയാണ് എന്നതാണ്. അതുകൊണ്ട് ഹമാസിനെതിരെയായി ഇസ്രായേലിന്റെ ആക്രമണത്തെ ന്യായീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ വിരുദ്ധത തലക്കി പിടിച്ചിരിക്കുന്ന ആളുകൾ ഇത് ഖത്തറിനെതിരെയുള്ള ആക്രമണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്.